വിപണിയിലെ സൗന്ദര്യ റാണിയായ യമഹ ഫസീനോ വീണ്ടും പുതിയ ലുക്കിൽ എത്തിയിരിക്കുകയാണ്. മൈ സ്റ്റൈൽ മൈ വൈബ് എന്ന് യമഹ വിശേഷിപ്പിക്കുന്ന ഈ സുന്ദരിയിൽ ഇത്തവണ വന്നിരിക്കുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 2015 110 cc ഫസീനോ ആദ്യമായി നിരത്തിലിറങ്ങിയത്. പിന്നീട് 2020 125 cc ഫ്യൂവൽ ഇഞ്ചക്ഷൻ എഞ്ചിനൊപ്പം ഡിസൈനിലും വലിയ മാറ്റങ്ങൾ വന്നു. ഇപ്പോൾ 6 വർഷങ്ങൾക്ക് ശേഷം വന്ന ഏറ്റവും വലിയ മാറ്റം എന്താണെന്നും വണ്ടിയുടെ നീളം കുറച്ചു. അതെ, പഴയ 1820 മില്ലിമീറ്ററിൽ നിന്നും 1780 മില്ലിമീറ്ററായി ഫസീനോ ചുരുങ്ങി. തിരക്കേറിയ ട്രാഫിക്കിലൂടെയും ഇടുങ്ങിയ റോഡിലൂടെയും വളരെ എളുപ്പത്തിൽ വണ്ടി കൈകാര്യം ചെയ്യാനാണ് യമഹ ഈ മാറ്റം വരുത്തിയത്. എന്നാൽ സൗന്ദര്യം മാത്രം പോരല്ലോ, ചില കാര്യങ്ങളിൽ യമഹ ഇത്തവണയും നിരാശപ്പെടുത്തി. എതിരാളികളെല്ലാം എക്സ്റ്റേണൽ ഫ്യൂവൽ ഫില്ലർ നൽകുമ്പോൾ ഫസീനോയിൽ പെട്രോൾ അടിക്കാൻ ഇപ്പോഴും വണ്ടിയിൽ നിന്നും ഇറങ്ങി സീറ്റ് തുറക്കണം. കൂടാതെ മുന്നിൽ ചെറിയൊരു ഗ്ലൗ ബോക്സോ പോക്കറ്റോ നൽകാമായിരുന്നിട്ടും യമഹ അത് വിട്ടുകളഞ്ഞു. പിൻഭാഗത്തെ ഡിസൈനിലും കിഡിലിൽ മാറ്റങ്ങളുണ്ട്. പഴയ നീണ്ട ടെയിൽ ലൈറ്റ് മാറി, ഇപ്പോൾ അതൊരു ത്രികോണാകൃതിയിലായി. പുതിയ ടെയിൽ ലൈറ്റും ഇൻഡിക്കേറ്ററുകളും വണ്ടിയുടെ ഭംഗി കൂട്ടുന്നു. കൂടാതെ TFT വേരിയന്റിലെ സ്വർണ്ണ നിറമുള്ള അലോയ് വീലുകളും ബോഡിയിലെ പുതിയ ഗ്രാഫിക്സും ഫസീനോയെ കൂടുതൽ സ്റ്റൈലിഷ് ആക്കുന്നുണ്ട്. ചുരുക്കത്തിൽ കാഴ്ചയിലെ ഭംഗിയും സിറ്റിനടിലെ എളുപ്പവും നോക്കുന്നവർക്ക് പുതിയ ഫസീനോ ഒരു മികച്ച ചോയ്സ് തന്നെയാണ്. പക്ഷേ പ്രാക്ടിക്കൽ ഫീച്ചറുകളിൽ യമഹ ഇനി മുന്നേറാനുണ്ട്. കോമ്പാക്ട് SUV വിപണിയിലെ രാജാവ് മാരുതി സുസുക്കി ബ്രെസ്സ കൂടുതൽ കരുത്തോടെ തിരിച്ചെത്തുന്നു. അതും നമ്മൾ കാത്തിരുന്ന ഒരു സൂപ്പർ അപ്ഡേറ്റുമായി. ഔദ്യോഗിക പ്രഖ്യാപനങ്ങൾ വന്നിട്ടില്ലെങ്കിലും പുത്തൻ ബ്രെസ്സ ഫേസ് ലിഫ്റ്റിന്റെ റോഡ് ടെസ്റ്റിംഗ് ചിത്രങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ്. വരുന്ന ജൂലൈ മാസത്തോടെ ഈ മിടുക്കൻ വിപണിയിലെത്തുമെന്നാണ് സൂചനകൾ. ഡിസൈനിൽ വലിയ മാറ്റങ്ങൾ ഇല്ലെങ്കിലും ഇത്തവണ തകർപ്പൻ മാറ്റങ്ങളോടെയാണ് ബ്രെസ്സ എത്തുന്നത്. നിലവിലെ 1.5 ലിറ്റർ നാച്ചുറലി ആസ്പിറേറ്റഡ് പെട്രോൾ എഞ്ചിന് പുറമെ ഇനി ഫ്രോങ്സിലെ ജനപ്രിയ 1 ലിറ്റർ ടർബോ പെട്രോൾ എഞ്ചിൻ കൂടി ബ്രെസ്സയ്ക്ക് കരുത്തേകും. എഞ്ചിൻ മാത്രമല്ല, കിടിലൻ ഫീച്ചറുകളും മാറ്റങ്ങളും ഉണ്ടാകും. ഫ്രോങ്സിലെ 1 ലിറ്റർ ബൂസ്റ്റർ ജെറ്റ് ടർബോ പെട്രോൾ എഞ്ചിനാണ് ഇതിൽ വരുന്നത്. ഇത് 100 PS പവറും 147.6 Nm ടോർക്കും ഉൽപ്പാദിപ്പിക്കും. 5 സ്പീഡ് മാനുവൽ, 6 സ്പീഡ് ഓട്ടോമാറ്റിക് ഗിയർ ബോക്സുകളിൽ ഇത് ലഭ്യമാകും. ഇന്ത്യയിലെ നികുതി നിയമപ്രകാരം 1.2 ലിറ്റർ താഴെയുള്ള പെട്രോൾ എഞ്ചിനുകൾക്ക് നികുതി കുറവാണ്. നിലവിലെ 1.5 ലിറ്റർ എഞ്ചിനേക്കാൾ ചെറിയ എഞ്ചിനായതിനാൽ ബ്രെസ്സയുടെ ടർബോ വേരിയന്റുകൾക്ക് വില കുറയാൻ സാധ്യതയുണ്ട്. നിലവിലെ ബ്രെസ്സ CNG മോഡലുകളിൽ സിലിണ്ടർ ബൂട്ട് സ്പേസിലാണ് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് സാധനങ്ങൾ വെക്കാൻ സ്ഥലം കിട്ടാറില്ല. എന്നാൽ പുതിയ ഫേസ് ലിഫ്റ്റിൽ സിലിണ്ടർ കാറിന്റെ അടിഭാഗത്തായി നൽകാനാണ് സാധ്യത. ഇതുവഴി ഡിക്കിയിൽ മുഴുവൻ സ്ഥലവും സാധനങ്ങൾ വെക്കാനായി ഉപയോഗിക്കാം. കുടുംബവുമായി യാത്ര ചെയ്യുന്നവർക്ക് ഇത് വലിയൊരു ആശ്വാസമാകും. പെർഫോമൻസ് ഇഷ്ടപ്പെടുന്നവർക്ക് ഇനി ബ്രെസ്സ ടർബോ ഒരു മികച്ച ചോയ്സ് ആയിരിക്കുമെന്ന് നമുക്ക് ഉറപ്പിക്കാം.